ലൈംഗികാരോപണങ്ങളെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖും രാജിവെച്ചതിന് പിന്നാലെ പ്രതികരണങ്ങളുമായി അഭിനേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും. രാജി അനിവാര്യത എന്നായിരുന്നു ഷമ്മി തിലകന്റെ പ്രതികരണം. രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജി പുതിയ മാറ്റത്തിന്റെ ഭാഗമെന്ന നടിയും WCC അംഗവുമായ ജോളി ചെറിയത്ത് പറഞ്ഞു. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രഞ്ജിത്തും രേവതി സമ്പത്തിന്റെ ലൈംഗികാരോപണത്തെ തുടർന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖും രാജിവെച്ചത് ഒരേ ദിവസം. രാജിക്ക് പിന്നാലെ ചലച്ചിത്ര പ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പ്രതികരണവും എത്തി. രാജി അനിവാര്യതയെന്ന നടൻ ഷമ്മി തിലകൻ. ഈ കാര്യത്തിലെങ്കിലും ധാർമ്മികത ഉണ്ട് എന്നുള്ളതിന്റെ തെളിവല്ലേ അത്. എല്ലാത്തിനും ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്ന പോലെ അതിനകത്ത് പറയാനുള്ളൂ. സമയത്ത് പുള്ളി കൃത്യമായിട്ട് അത് ചെയ്തു എന്നുള്ളതിൽ സന്തോഷമുള്ളത്, അത് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. രാജി തീരുമാനം അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല സ്വാഗതം ചെയ്തു. അടിയന്തരമായിട്ട് ഞങ്ങളിപ്പം എക്സിക്യൂട്ടീവ് കൂടിയിട്ട് ലാലേട്ടൻ പ്രസിഡന്റ് അദ്ദേഹം ഏതോ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അദ്ദേഹം അതിനോട് രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പൊ അദ്ദേഹം പ്രതികരിക്കും. പുതിയ ഒരാളെ താൽക്കാലിക ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അത് അദ്ദേഹം അനൗൺസ് ചെയ്യും. മലയാള സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സംവിധായകൻ വിനയനും പ്രതികരിച്ചു. വലിയ പൊസിഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ള ആരോപണങ്ങൾ വരുമ്പം ഇപ്പം സിദ്ദീഖിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ചത് നന്നായി പോയി. അദ്ദേഹം അത് ചെയ്യേണ്ടതായിരുന്നു. രഞ്ജിത്തിന്റെ ഒരു കാര്യത്തിലൂടെ വരുമ്പോൾ ഞാൻ പറയുന്ന രാജി അനിവാര്യതയാണെന്ന് ഒരു വാക്കുകൂടെ ഞാൻ ചേർക്കും. രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജി പുതിയ മാറ്റത്തിന്റെ ഭാഗമെന്ന് നടിയും WCC അംഗവുമായ ജോളി ചെറിയത്ത്. നടന്നത് കുറ്റകൃത്യമാണെന്നും ശക്തമായ അന്വേഷണം വേണമെന്നും ജോളി ചെറിയത്ത് 24നോട് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ പറയാൻ പാടില്ലാത്ത വിധത്തിൽ ഡെലിഗേറ്റ്സിനെ പോലും അപമാനിക്കുന്ന കുറേ ഇൻസിഡൻസ് ഒക്കെ നേരത്തെ ഉണ്ടായി. അപ്പോൾ പോലും മന്ത്രിതലത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ ഇദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുന്നു. ഈ സൊസൈറ്റിയുടെ ഒരു ഇടപെടൽ ഗംഭീരമാണ് ഇക്കാര്യത്തിൽ. അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ ഫാദർ അഗസ്റ്റിൻ വട്ടോളി സർക്കാരിനെ വിമർശിച്ചു. ആരോപണം ഉയർന്നിട്ടും ഉടനടി നടപടിയെടുത്തില്ലെന്നായിരുന്നു വിമർശനം. സർക്കാരിന് കളങ്കം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ സ്ത്രീ തുറന്നു പറഞ്ഞിട്ട് ആദ്യത്തെ നിമിഷത്തിൽ തന്നെ രാജിവെക്കണമായി. സ്വന്തം പാർട്ടിയുടെ വിഭാഗത്തിൽ തന്നെ അതിശക്തമായ രോഷം നേരിടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ രാജിവെക്കുക. സിദ്ദിഖിന്റെ രാജിയിൽ പ്രതികരിക്കാനില്ലെന്ന് നടനും MLA-യുമായ M. മുകേഷ് പറഞ്ഞു. വിഷയത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വിശദീകരണം നൽകുമെന്നും മുകേഷ്. ഒന്നും പറയാനില്ല, അതൊക്കെ അമ്മയുടെ ഭാരവാഹികൾ പറയും. മറ്റന്നാൾ അവർ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു, ജഗദീഷ് തന്നെ പറഞ്ഞു. അതിനുശേഷം അവർ പറയട്ടെ. ഞാൻ വെറും ഒരു മെമ്പറാണ്, എനിക്ക് പറയാനുള്ള അവകാശവും അധികാരവും ഇല്ല. സിദ്ദിഖിന്റെ രാജിയിൽ തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന് ജഗദീഷും നിലപാടെടുത്തു. ചൊവ്വാഴ്ചത്തെ താരസംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം പ്രതികരണമുണ്ടാകും. സംഘടനയുടെ പ്രസക്തി നഷ്ടമായെന്നും അനിവാര്യമായത് സംഭവിക്കുന്നുവെന്നും സംവിധായകൻ ആഷിഖ് അബു പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.